ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പായസമാണ് ഉണ്ടാക്കണം കേട്ടോ. ഇതിൽ ഞാൻ പാൽപ്പൊടി ഇട്ടിട്ടില്ല, മിൽക്ക് മെയ്ഡ് ഇട്ടിട്ടില്ല. നല്ല ക്രീമി ആയിട്ട് നല്ലൊരു അടിപൊളി പായസമാണ്. കഴിക്കാനാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, ഉണ്ടാക്കാനാണെങ്കിൽ എളുപ്പമാണ്. ഇപ്രാവശ്യത്തെ വിഷുവിന് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതായത് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാമും പിന്നെ 2-3 ഈത്തപ്പഴം, 1 ടേബിൾ സ്പൂൺ മുന്തിരി, നിങ്ങളുടെ കയ്യിൽ എന്ത് നട്ട്സാണ് ഉള്ളത് വെച്ചാൽ ഉള്ളത് ഇട്ട് കൊടുക്കുക കേട്ടോ. അതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിയാതെ റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്തതിന് ശേഷം അത് കോരിയതിന് ശേഷം ഞാൻ അതിലേക്ക് 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് സേമിയ എടുത്തിട്ടുണ്ട്. ഇത് വറുത്ത സേമിയാണ്. വറുത്ത സേമിയയായാലും വറുക്കാത്ത സേമിയയായാലും നമ്മൾ ആ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ ഞാൻ സേമിയ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. ഇനി അതേ ചട്ടിയിലേക്ക് തന്നെയാണ് ഞാൻ പാല് പിരിയണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് പാൽ ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകില്ല. ഇതൊരു ടിപ്പാണ്, നോട്ട് ചെയ്ത് വെച്ചോളാം. അതിലേക്ക് ഞാൻ ഒരു 1.5 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ക്രീമി ആയിട്ട് ചെയ്യണ കാരണം കൊണ്ടാണ് 1.5 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ 2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. 1 കപ്പ് സേമിയയ്ക്ക് 2 ലിറ്റർ പാൽ കണക്കാണ്. അപ്പോൾ പാലവിടെ തിളയ്ക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു കാരമൽ ഉണ്ടാക്കണം. അതിന് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് മധുരം വേണ്ട, അതുകൊണ്ടാണ് ഞാൻ 1 കപ്പ് പഞ്ചസാര എടുത്തത്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ 1.5 കപ്പ് എടുക്കുക. എന്നിട്ട് അത് സിമ്മിലിട്ടിട്ട് ഞാനവിടെ കാരമലാകട്ടെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നമുക്കിത് പാലൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പാല് തിളച്ചതിന് ശേഷം സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സേമിയ കടന്നിട്ട് നന്നായി വെന്ത് കിട്ടണം. അത് നല്ലപോലെ തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. സേമിയ നല്ലപോലെ വെന്ത് കിട്ടണം കേട്ടോ. പെട്ടെന്ന് തന്നെ വേകും. ഇനി സേമിയ അവിടെ വേകട്ടെ. ആ സമയം കൊണ്ട് നമുക്കിത് കാരമലൊന്ന് ആക്കിയെടുക്കുക. ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കളറ് മാറി വരുന്ന സമയത്ത് ഒന്ന് ഇളക്കിയാൽ മതി. വെറുതെ ഇളക്കി കൊടുക്കണ്ട കേട്ടോ. അപ്പോൾ അത് കാരമലായിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞ് പോകരുത്. അപ്പോൾ നമ്മുടെ പായസത്തിന് രുചി വ്യത്യാസം വരും. ഇത് കറക്റ്റാണ് കേട്ടോ. കാരമലായ പഞ്ചസാര ഞാൻ സേമിയ വെന്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. സേമിയ വേകണതിൻ്റെ മുമ്പ് ഒരിക്കലും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. സേമിയ വേകണതിൻ്റെ മുമ്പ് ഒഴിച്ചാൽ സേമിയ വെന്ത് കുറുകില്ല. അപ്പോൾ സേമിയ നന്നായി വെന്തതിന് ശേഷം മാത്രം കാരമൽ ഒഴിച്ച് കൊടുക്കുക. കാരമൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്ന് കട്ടി പോലെ ഉണ്ടാകും. അത് നന്നായിട്ട് ഇളക്കി പറഞ്ഞാൽ അത് ശരിയായി കിട്ടും. അതിന് ശേഷം ഞാനിത് നമ്മൾ വറുത്ത് വെച്ച നട്ട്സുകൾ മുഴുവൻ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും ഇട്ട് ഇളക്കിയതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം കത്തിക്കൊന്നും വേണ്ട. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ കാരമൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തിളക്കണം കേട്ടോ. സേമിയയിൽ മധുരമൊക്കെ നന്നായി പിടിക്കണം. അതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ റെസിപ്പി. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇഷ്ടമായ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാൻ മറക്കരുത്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷമുള്ള ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി അതൊരാൾക്ക് ഉണ്ടാക്കി നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടാവുള്ളൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു വരുത് കേട്ടോ. അപ്പോൾ നല്ലൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാമു അലൈക്കും, ബൈ.